ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനം. മുൻപിലെന്ത് എന്ന് നിശ്ചയമില്ലാതെ ഇരുളടഞ്ഞ ഒരു വഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കൂടെയുള്ള സഹയാത്രികനെ നഷ്ടപ്പെടുന്ന ഒരാൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയുണ്ടത്. ഒപ്പമെന്ന് തോന്നുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായി പോകുമുണ്ടാകുന്ന ശൂന്യത. അങ്ങനെ ഒരു ശൂന്യതയാണ് ഫ്രാൻസിസ് പാപ്പ ശേഷിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അപ്രകാരം ഒരു ശൂന്യതയ്ക്കകത്ത് ക്രിസ്തുവിന്റെ മുഖം തെളിയുന്നുണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ്. പലപ്പോഴും പാപ്പ തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചു. ജീവിതത്തിലുടനീളം ക്രിസ്തുവിന്റെ പ്രകാശമായി മാറി. അങ്ങനെ ഏവർക്കും പ്രാപ്യനായ, എല്ലാവരോടും ഒത്തു നടക്കുന്ന ഒരാളായി മാർപ്പാപ്പ കൂടെ ഉണ്ടായിരുന്നു. അറിഞ്ഞും അറിയാതെയും ഈ ജീവിതത്തിന്റെ കഷ്ടതകളെ മറികടക്കാൻ നാം ശ്രമിക്കുമ്പോൾ താങ്ങായും തണലായും കൂടെ ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. മധ്യകാലത്ത് സഭ ആഡംബരങ്ങളിൽ മുഴുകിയൊരു സമയത്ത്, തീർത്തും ധൂർത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും ലോകത്ത്, സുഖഭോഗങ്ങൾക്കകത്ത് ആണ്ടുപോയൊരു കാലത്ത് കൃഷകാത്രനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് സുവിശേഷം പ്രഘോഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. പ്രഭുകുമാരൻ തന്റെ ജീവിതത്തിന്റെ എല്ലാ സമ്പന്നതയും സുഖശീതളമയും ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. സുവിശേഷം പ്രഘോഷിക്കാൻ അനുവാദം ചോദിച്ച ഫ്രാൻസിസിനോട് മാർപ്പാപ്പ പറഞ്ഞത്, വല്ല പന്നിക്കൂട്ടിലും പോയി പറയുന്ന. അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ചരിയുന്ന ലാക്ടറൽ ദേവാലയത്തെ താങ്ങി നിർത്തുന്ന കൃഷകാത്രനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്ന ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കലുഷിതമായ, പ്രശ്നസങ്കീർണമായ ആധുനികതയുടെ കാലഘട്ടത്തിലേക്ക് മാർപ്പാപ്പ കടന്നു വരുന്നു. ചരിത്രത്തിൽ ഇന്നോളം ഒരു മാർപ്പാപ്പമാരും ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചിട്ടില്ല. ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തെ തന്നെ ഒരു വെല്ലുവിളിയാക്കി മാറ്റേണ്ടി വരും. ദാരിദ്ര്യത്തെ പരിണയിക്കുന്ന, എല്ലാം ഉപേക്ഷിക്കുന്ന ഒരുവനായി മാറുക, രണ്ടാം ക്രിസ്തുവായി മാറുക എന്നത് ഒരു ബാധ്യതയായി, വെല്ലുവിളിയായി വരും. ഫ്രാൻസിസ് പാപ്പ കർദിനാൾ പദവിയിൽ നിന്ന് മാർപ്പാപ്പയായി രൂപാന്തരപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാർപ്പാപ്പ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എല്ലാ കർദിനാൾമാർക്കും 3 മിനിറ്റ് സംസാരിക്കാൻ അവസരമുണ്ട്. ആ 3 മിനിറ്റിനകത്ത് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഓർക്കണം. വെളിപാട് പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാനിതാ ഹൃദയവാതിലിൽ മുട്ടുന്നു എന്നൊരു ക്രിസ്തുവചനമുണ്ടല്ലോ. പുറമേ നിന്ന് അകത്തേക്ക് കടക്കാനുള്ള ഒരു മുട്ടൽ. ഞാൻ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു എന്ന് പറയുന്ന വാക്യം. അത് പറഞ്ഞിട്ട് മാർപ്പാപ്പ പറയുകയാണ്, പക്ഷെ ഞാൻ കരുതുന്നത് ക്രിസ്തു ഹൃദയത്തിനകത്ത് നിന്ന് മുട്ടാണ്. ഈ വാതിലൊന്ന് തുറന്നു തരൂ, ഞാനൊന്ന് പുറത്ത് കിടക്കട്ടെ. തുടർന്ന് അദ്ദേഹം വിപ്ലവകരമായൊരു വിമർശനം നടത്തുന്നുണ്ട്. ആത്മപ്രശംസയിൽ മുഴുകിയ സഭ, ആത്മരതിയിൽ മുഴുകിയ സഭ ക്രിസ്തുവിനെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ സ്വതന്ത്രനാക്കുന്ന പ്രവർത്തനമാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന സമയം വരെ മാർപ്പാപ്പ ചെയ്ത ഓരോ പ്രവൃത്തിയിലും പ്രകാശിക്കുന്നത്. മതം എന്നൊരു സങ്കുചിതത്വത്തിന് അകത്ത് കെട്ടപ്പെടാതെ, മതം ധാർമ്മിക വിഷയമാണ് എന്ന ബോധ്യത്തിൽ മതാതീതമായ ഒരു വലിയ സമഗ്ര സ്നേഹത്തിലേക്ക് ലോകത്തെ ആകമാനം കൂട്ടുവിളക്കാൻ ആവശ്യമായ പ്രവൃത്തികളും ആലോചനകളുമാണ് മാർപ്പാപ്പ തന്റെ ജീവിതകാലത്ത് മുഴുവൻ പിന്തുടർന്നിരുന്നത് എന്നത് വ്യക്തമാവും. ലോകം മുഴുവനും മാർപ്പാപ്പയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും, പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ മാർപ്പാപ്പയുടെ വേർപാടിൽ അതീവമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ
മാർപ്പാപ്പയെ ഓർത്ത് കരയുന്നത് അഭയാർത്ഥികളാണ്. മാർപ്പാപ്പയെ ഓർത്ത് കരയുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളാണ്. മാർപ്പാപ്പയെ ഓർത്ത് കരയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ദരിദ്രജന വിഭാഗമാണ്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണ്, പരിത്യക്തരായ മനുഷ്യരാണ്, ട്രാൻസ്ജെൻഡർമാരാണ്, സ്വവർഗാനുരാഗികളാണ്. ലോകത്ത് ഇന്നോളം നന്മയുടെ ഭാഗമെന്നതിനെ അടഞ്ഞ മുറിയാക്കി വെച്ചിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ട് നന്മ എന്നത് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി തിരിച്ചറിയാനും, അതുകൊണ്ട് നിരീശ്വരരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ദൈവത്തെ എതിർക്കുന്നവരോടും പാപവഴികളിൽ ചരിക്കുന്നവരോടും എല്ലാവരോടും സ്നേഹാർദ്രമായ ഹൃദയം പുലർത്തി ജീവിതത്തെ എങ്ങനെയാണ് ക്രിസ്തുവിൽ പരിവർത്തിതമാക്കാൻ കഴിയുക എന്ന് വെളിപ്പെടുത്തിയ ആധുനിക കാലത്തെ ക്രിസ്തുവിന്റെ നേർമുഖമായി മാറിയ ആളാണ് ഫ്രാൻസിസ് പാപ്പ. ഇത് മാർപ്പാപ്പയെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. എങ്ങനെയാണ് ക്രിസ്തു ലോകത്തെ സ്നേഹിക്കുന്നത്? അത് ലോകത്തിന്റെ പരിമിതികൾ അന്വേഷിച്ചുകൊണ്ടല്ല. യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നത് പാപികളെ തേടിയാണ്, രോഗികളെ തേടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും സംക്രമിച്ചു നിൽക്കുന്ന ക്രിസ്തു സ്നേഹത്തെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ അടഞ്ഞ വാതിലുകളല്ല ആവശ്യം, വാതിലുകൾ തുറക്കേണ്ടതുണ്ട് എന്ന് ഹൃദയബോധ്യമുണ്ടായിരുന്ന മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. അവിവേകമാകുമെങ്കിലും ഞാനൊരു സ്വപ്നത്തെക്കുറിച്ച് പറയാം. ഇത് വ്യക്തിപരമായൊരു കാര്യമാണ്. അതിപ്പോ പറയുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത്രത്തോളം നല്ലതായിരിക്കില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഹൃദയത്തിൽ അതിപ്പോഴും തികട്ടി വരും. ഒരു മാർപ്പാപ്പയെ കാണാനുള്ള ആഗ്രഹമൊന്നും ഒരു സാധാരണ മനുഷ്യനുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഒരു മാർപ്പാപ്പയെ കാണുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതിയിട്ടേയില്ല. അതല്ലെങ്കിൽ അത് പണച്ചിലവുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ റോമിൽ പോകാൻ എന്തെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടായാൽ പോലും നമ്മോട് കൂടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് കിട്ടുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവർക്കും ലഭ്യമല്ലാത്ത എന്തെങ്കിലും സൗകര്യം സ്വന്തമായിട്ട് അനുഭവിക്കുന്നത് എപ്പോഴും വേദനാജനകമായ കാര്യമാണ്. അപ്പോൾ മാർപ്പാപ്പയെ കാണാനുള്ള ഒരു ആഗ്രഹവും ഒരു താല്പര്യവും ഒരു നാളിലും ഹൃദയത്തിലുണ്ടായിട്ടില്ല. അദ്ദേഹം അങ്ങനെ അപ്രാപ്യമായൊരു സ്ഥാനത്താണെന്നത് കൊണ്ടല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് കരുതുന്ന ഓരോരുത്തരും അവരവരായിരിക്കുന്നതിൽ ശോഭിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുകയാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണമൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ട് ഞാൻ ഉണരുന്നത്. അത് മാർപ്പാപ്പ വീട്ടിൽ വന്നതായിട്ടാണ്. ഞാൻ അപ്പൊ തന്നെ സന്ദേഹിക്കുന്നുണ്ട് മാർപ്പാപ്പയുമായിട്ട് എങ്ങനെ സംസാരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയൊന്നും എനിക്കറിയില്ല, എന്റെ ഭാഷയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല. പിന്നെ എങ്ങനെയാണ് സംസാരിക്കുക? അപ്പൊ വീട്ടിൽ വന്നു, ആ ക്രീം ഉടുപ്പൊക്കെ ഇട്ട് മാർപ്പാപ്പ വന്നു. ആചാരബാഹുവായ മനുഷ്യൻ. ഞാനാണെങ്കിൽ മാർപ്പാപ്പയോട് എത്തുന്നയാളല്ല. മാർപ്പാപ്പ വീട്ടിൽ വന്നു. ഒടുവിൽ മാർപ്പാപ്പ തിരിച്ചു പോകുന്നത്, ഞാനാണ് മാർപ്പാപ്പയെ കൊണ്ടാക്കാൻ പോകുന്നത്. വഴിയിൽ ഒരു ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയിട്ടാണ് മാർപ്പാപ്പ പോകുന്നത്. മാർപ്പാപ്പ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. അത്ഭുതകരമായി തോന്നിയത് ആ സ്വപ്നത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മാർപ്പാപ്പ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച്, കാറുകൾ ഉപയോഗിക്കാത്തതിനെ കുറിച്ച്, കർദിനാൾമാർ കാർ വാങ്ങുമ്പോൾ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് കാർ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെ ആകുമ്പോൾ ചെറിയ കാറുകൾ വാങ്ങണം, കാറുകൾ വാങ്ങുമ്പോൾ ലോകത്തിലെ വിശക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കണം എന്ന് പറയുന്നൊരു മാർപ്പാപ്പയെ ഞാൻ പരിചയപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരെ, ഒരിക്കലും നാം തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യരെ, ഹൃദയത്തിൽ അവരനുഭവിക്കുന്ന തിങ്ങലുകളെ ഇത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സിനഡാലിറ്റിയുടെ ഒരു മനോഭാവം ഉണ്ടായിരുന്ന, കാതുകളെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ, അല്ലെങ്കിൽ കേൾവിയാണ് പ്രധാനമെന്ന് കരുതിയ ഒരു മാർപ്പാപ്പയാണ് ഇന്ന് നമ്മുടെ ഓർമ്മയ്ക്കകത്തേക്ക് മാറ്റിവെക്കപ്പെടുന്നത്. ഒരു മാർപ്പാപ്പമാരും മോശമല്ല, പക്ഷെ ജനകീയനായ മാർപ്പാപ്പ എന്ന നിലയിൽ എവിടെയാണ് മനുഷ്യന്റെ വേദനയും വ്യാകുലുള്ളത് അവിടേക്കൊക്കെ ഹൃദയം നീണ്ടു നിന്ന, എല്ലാ സ്വരങ്ങളെയും കേൾക്കാൻ കാതുകൾ തുറന്നു പിടിച്ച ഒരു മാർപ്പാപ്പയെ ഫ്രാൻസിസ് പാപ്പയിൽ നമുക്ക് കാണാം. ഓരോ മനുഷ്യനും തന്റെ ജീവിതം കൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തണം. ആരാണ് ഫ്രാൻസിസ് പാപ്പ?
ഫ്രാൻസിസ് പാപ്പ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ അടിമകളുടെ അടിമയാണെന്നാണ്. ക്രൈസ്തവ വിശ്വാസം യഥാർത്ഥത്തിൽ ലോകത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു പൗരോഹിത്യ വേദിയാണ്. സകല മനുഷ്യരുടെയും പാദക്ഷാളനം നടത്തുന്നവരായിട്ട് മാറാനാണ് ക്രിസ്തു നമ്മെ അയച്ചിട്ടുള്ളത്. വിശ്വാസ ജീവിതം അപ്രകാരം ക്രിസ്തുവിന്റെ അടിമത്വം ലോകത്ത് പ്രകാശിപ്പിക്കുന്ന ജീവിതമാണ്. സകലരിലും ക്രിസ്തുവിനെ കാണാനും പാദക്ഷാളനം നടത്താനും ശുശ്രൂഷിക്കാനും വിളിക്കപ്പെടുന്നവരും അയക്കപ്പെടുന്നവരും. അങ്ങനെ നമ്മെ ശുശ്രൂഷിക്കുന്നവരാണ് പൗരോഹിത്യത്തിൽ, ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളത്. ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെയും സകല മനുഷ്യരുടെയും പാദസേവകനാണ് താനെന്നാണ് മാർപ്പാപ്പ സ്വയം പറയുന്നത്. ഞാൻ അടിമകളുടെ അടിമയാണ്. ഈ അടിമയായിരിക്കൽ എന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ക്രിസ്തുവിന് അടിമയായില്ലെങ്കിൽ ലോകത്തിന്റെ അടിമയാവും. ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന് അടിമയായിരിക്കുക, ദുലയ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണ്. അഖില ലോകത്തെയും ശുശ്രൂഷിക്കുന്നവരായി മാറുന്നവർ, സ്വയം ക്രിസ്തുവിന്റെ ദാസ്യവൃത്തിയുടെ ആനുകാലിക അടയാളമായി മാറുന്നവർ, അവരെല്ലാം ശുശ്രൂഷിക്കുന്ന അടിമതുല്യമായ ശുശ്രൂഷയാണ് തൻ്റെതെന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ പേരാണ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം പറയുന്നത് ഞാൻ റോമിന്റെ മെത്രാനാണെന്നാണ്. മാർപ്പാപ്പ എന്ന ഔദ്യോഗിക പദവി ലോകത്ത് സമുന്നതമായ ഒന്നാണ്. വത്തിക്കാൻ രാജ്യത്തെ അധികാരിയാണ്, ഭരണാധികാരിയാണ്. ലോക ക്രൈസ്തവ സമൂഹത്തിന് അനിഷേധ്യനായ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് യഥാർത്ഥ ഒരു ബോധ്യമുണ്ട്. അദ്ദേഹം ഇപ്രകാരം ഒരു നേതാവല്ല, താൻ ശുശ്രൂഷകനാണ് എന്ന പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഞാൻ റോമിന്റെ മെത്രാനാണ്, അതിൽ കൂടിയ പദവിയില്ല. അതുകൊണ്ട് അധികാര ചിഹ്നങ്ങളും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ഒരു ഗസ്റ്റ് ഹൗസിൽ സാധാരണ ജീവിതം നയിക്കുന്ന, മിനിമം ഫർണിച്ചറുകളുള്ള ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ, കുത്തക മൂലധനത്തെ എതിർക്കുന്ന മനുഷ്യൻ, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആരോപിക്കപ്പെടുന്നു. പല കാര്യങ്ങൾ കൊണ്ടും കമ്മ്യൂണിസ്റ്റ് അനുഭാവം പുലർത്തുന്ന ആളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയാണ് മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കരുതാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ. ചൈനയിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത വാഴിച്ച മെത്രാന്മാരെ സഭയുടെ അംഗീകാരമില്ലാതെ ചെയ്തവരെയാണ്, അവരെ അംഗീകരിക്കുക. കുത്തക മൂലധനത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് വ്യാകുലപ്പെടുക. സമ്പന്നർ വളരുമ്പോൾ ആ സമ്പന്നരിൽ നിന്ന് വീഴുന്നതൊക്കെ കൊണ്ട് ദരിദ്രരും പുഷ്ടിപ്പെടുമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ, കമ്പോളവൽക്കരണത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ, പിശാചിന്റെ വിസർജ്യം എന്ന് പറയുന്ന, ഒരിക്കലും ഈ സമ്പന്നരുടെ ഗ്ലാസ് നിറഞ്ഞു കവിയില്ല, ആ ഗ്ലാസ് അനുദിനം വലുതായിക്കൊണ്ടിരിക്കും, ബൂർഷ്വാ ആധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന മാർപ്പാപ്പ. അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയിലെ പത്രങ്ങളൊക്കെ ആക്ഷേപിച്ചത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായ മാർപ്പാപ്പ എന്നാണ്. മാർപ്പാപ്പ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് വിളിക്കപ്പെടുന്നതിൽ ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല, നല്ല മനുഷ്യരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിൽ കണ്ടിട്ടുണ്ട് എന്നാണ്. സഭയുടെ പതാക കമ്മ്യൂണിസ്റ്റുകാർ കവർന്നെടുത്തു കൊണ്ടുപോയി എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ദരിദ്രരോട് പക്ഷം ചേരുന്ന ഭാവം നഷ്ടപ്പെട്ടു പോകുന്ന സഭയെക്കുറിച്ചുള്ള ആകുലത മാർപ്പാപ്പയെ കൊണ്ട് പറയിച്ചതാണ്. താൻ ഇടപെടുന്നവരിലൊക്കെ ക്രിസ്തു സ്നേഹം പടർത്താൻ എത്രത്തോളം തനിക്ക് കഴിയുമെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് മാർപ്പാപ്പ. അമേരിക്കയും ക്യൂബയുമായുള്ള തർക്കങ്ങൾക്കകത്ത് മാധ്യസ്ഥം വഹിക്കുകയും ക്യൂബയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് ക്യൂബയുടെ മേലുള്ള അമേരിക്കൻ അധീശത്വത്തെ ചെറുതാക്കുന്നതിൽ പങ്കുവഹിച്ച, ലഘൂകരിക്കുന്നതിൽ പങ്കുവഹിച്ച മാർപ്പാപ്പയെ കാണാൻ വേണ്ടി റൗൾഫ് കാസ്ട്രോ വത്തിക്കാനിൽ എത്തുന്നുണ്ട്. അങ്ങനെ വത്തിക്കാന്റെ സന്ദർശനം കഴിഞ്ഞ്, മാർപ്പാപ്പയുമായുള്ള സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് റൗൾഫ് കാസ്ട്രോ പറയുന്നത്, മാർപ്പാപ്പയുമായി അധികം സംസാരിച്ചാൽ ഞാനും ഒരു വിശ്വാസിയായി പോയേക്കാം, ഞാനും പള്ളിയിൽ പോയേക്കാം, അതൊരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ്. നിങ്ങൾ ഓർത്തു നോക്കണം, വിരുദ്ധ ചേരിയിലെന്ന് എപ്പോഴും അകറ്റി നിർത്തപ്പെടുന്നവരെന്ന് കരുതുന്ന, വിശ്വാസത്തിന് എതിർപ്പാണ് കമ്മ്യൂണിസമെന്നും നിരീശ്വരവാദമെന്നും ഒക്കെ കരുതപ്പെടുന്ന ഒരു കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തെ കൂടി ദ്രവിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയായി
മാർപ്പാപ്പയ്ക്ക് മാറാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഒരാളുടെ സ്നേഹത്തെ നിഷേധിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. പരിമിതിയില്ലാതെ സ്നേഹിക്കുന്ന ഒരാളെ ആർക്കാണ് തള്ളി മാറ്റാൻ പറ്റുക? ക്രിസ്തുവിന്റെ സ്നേഹം മാർപ്പാപ്പയിൽ പ്രകാശിപ്പിക്കുകയാണ്. മാർപ്പാപ്പ വെളിപ്പെടുത്തുകയാണ് താനാരാണ്, താൻ ക്രിസ്തുവിന്റെ പ്രതിബിംബം. ഇത് യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവനും ബാധ്യതയായ കാര്യമാണ്, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക. അതുകൊണ്ട് മാർപ്പാപ്പ ആരാണ്, ഫ്രാൻസിസ് പാപ്പ ആരാണെന്നത് ഫ്രാൻസിസ് പാപ്പ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയെ പ്രത്യേകം പറയുന്നുണ്ട്. 3 വയസ്സുള്ളപ്പോൾ ലോകയുദ്ധങ്ങളുടെ കഷ്ടതകൾക്കും ഞെരുക്കങ്ങൾക്കും അകത്തേക്ക് പിറന്നു വീണ കുഞ്ഞ്, ആ വേദനകളൊക്കെ അനുഭവിക്കാൻ ജീവിതത്തിനിടയായ കുഞ്ഞ്, അഭയാർത്ഥിയായ കുഞ്ഞ്, അർജന്റീനയിലേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്ന കുഞ്ഞ്, കോളനി വാഴ്ചയുടെയും ഏകാധിപത്യങ്ങളുടെയും നൃശംസ്യതകൾ ഏറ്റുവാങ്ങി ജീവിതത്തിലുടനീളം കഷ്ടതകളും വേദനകളും അനുഭവിക്കാനിടയായ കുഞ്ഞ്. അതുകൊണ്ട് അഭയാർത്ഥികളിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും. കുടിയേറ്റക്കാരിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയും. യുദ്ധത്തിൽ വേദനിക്കുന്നവരിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും. ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിലും മാർപ്പാപ്പ ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. യുദ്ധത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്. കാരണം യുദ്ധം എന്താണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാം. യുദ്ധത്തിന്റെ കെടുതി എന്താണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാം. വേദനിക്കുന്ന മനുഷ്യനെ നൊമ്പരം ഏറ്റുവാങ്ങാനും സമാധാനം എന്നത് നീതിയിലൂടെ സാധ്യമാകേണ്ട ഒരു കാര്യമാണെന്ന് പറയാനും മാർപ്പാപ്പയ്ക്ക് അറിയാം. സമാധാനം ഉണ്ടാകട്ടെ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് നീതിപൂർണമായ ജീവിതത്തിലെ ഉണ്ടാകുമെന്ന് വ്യക്തമായി തിരിച്ചറിവുള്ള ആളാണ് മാർപ്പാപ്പ. അതുകൊണ്ടാണ് തന്റെ ഔദ്യോഗിക സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള ആദ്യകാലത്തെ പ്രബോധനങ്ങളിൽ ഒന്നിൽ മാർപ്പാപ്പ പറയുന്നത്, ഓഹരി കമ്പോളത്തിൽ 10 പോയിന്റ് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകുമ്പോൾ അതൊരു വാർത്തയായി തീരുകയും കിടക്കാനിടമില്ലാതെ ഒരുവൻ തെരുവിൽ കിടന്ന് തണുത്തു മരവിച്ചു മരിക്കുന്നത് വാർത്തയല്ലാതായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ ഹിംസാത്മകമായ എന്തുണ്ട്? ആ ചോദ്യം നമ്മോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്. മാത്രമല്ല, ആ ചോദ്യത്തിന് മുൻനിൽക്കുന്നത് എവിടേക്കാണ്? കൊല്ലരുത് എന്ന് നിങ്ങൾ വ്യക്തികളോട് മാത്രം പറഞ്ഞാൽ പോരാ, വ്യവസ്ഥകളോടും പറയണം. വ്യവസ്ഥകൾ മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നീചമായ ആധിപത്യങ്ങളെയും അവകാശ നിഷേധങ്ങളെയും തിരിച്ചറിയുന്ന മാർപ്പാപ്പ അതിനെതിരെ പ്രതികരിക്കുന്നു. കുടിയേറ്റക്കാർക്ക് എതിരെ ട്രംപ് വാദിക്കുമ്പോൾ, മെക്സിക്കൻ മതിൽ കെട്ടുമെന്ന് പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, മതിലുകൾ കെട്ടുകയല്ല, മതിലുകൾ തകർക്കുകയും പാലങ്ങൾ പണിയുകയും ചെയ്യണം. മതിലുകൾ കെട്ടുന്നവരായിട്ടല്ല, പാലങ്ങൾ പണിയുന്നവരായിട്ടാണ് മാറേണ്ടത്. എല്ലാവരെയും സ്വീകരിക്കുന്നവരായിട്ടാണ് മാറേണ്ടത്. അതുകൊണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കണം, വാതിലുകൾ അടച്ചിടരുത്. ക്രൈസ്തവ നാമത്തിൽ ജീവിക്കുമ്പോൾ ഒരു വാതിലും അടയ്ക്കരുത് എന്ന് പറയാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും. ഹൃദയം തുറന്നിട്ട് ഒരു മാർപ്പാപ്പ, ക്രിസ്തുവിന്റെ മുഖമായ ഒരു മാർപ്പാപ്പ, ലോകത്തിന്റെ എല്ലാ അധീശത്വങ്ങളെയും ചെറുക്കാൻ സ്നേഹത്തിന്റെ ആയുധവുമായി ലോകത്തേക്ക് ഇറങ്ങിത്തിരിച്ച, മുറിവേൽക്കുന്നതിൽ പരിഭവമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം പറയാണ്, ചില്ലുമേടയിലിരിക്കുന്ന ഒരു സഭയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, തെരുവിൽ മുറിവേറ്റൊരു സഭയാണ്. അതുകൊണ്ട് ആക്ഷേപങ്ങളെയും അപമാനങ്ങളെയും ഒന്നും മാർപ്പാപ്പ പരിഗണിക്കുന്നില്ല. സ്വവർഗരതിയിലേർപ്പെട്ടവരോടും സ്വർഗാനുരാഗികളോടും ഭിന്ന ലൈംഗികതയോടും ഒക്കെ കാരുണ്യപൂർവ്വം പെരുമാറാൻ. അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? അവരെ വിധിക്കാൻ എനിക്കെന്ത് അവകാശം? അത് പറയുന്ന സമയത്ത് ക്രിസ്തു ഒരു മരച്ചുവട്ടിലിരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവന്റെ മുൻപിൽ വരുന്നുണ്ടല്ലോ, പാപിനിയായ ഒരു സ്ത്രീ. അവളെ കല്ലെറിയുന്ന ഒരു ജനക്കൂട്ടവും. ആ കല്ലെറിയുന്ന ജനക്കൂട്ടത്തോട് നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരുണ്ട് എന്ന് ചോദിക്കുന്ന ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ആ ക്രിസ്തുവിന്റെ മുഖമാണ് മാർപ്പാപ്പയിൽ പ്രകാശിതമാകുന്നത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നിന്നെ വിധിക്കാൻ ഞാൻ ആരാണ്? ക്രിസ്തു ലോകത്ത് വന്ന് ആരെയും ആക്ഷേപിക്കുകയല്ല, ആരെയും മാറ്റി നിർത്തുകയല്ല ചെയ്തത്. എല്ലാവർക്കും വേണ്ടി മരിക്കുക. എല്ലാവർക്കും വേണ്ടി മരിച്ചുകൊണ്ടാണ് പാപമോചനം സാധ്യമാക്കുന്നത്. നീ നന്നായി വരൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നല്ല ക്രിസ്തു പറഞ്ഞത്, നീ എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നാണ്.
ക്രിസ്തു നമ്മെ പഠിപ്പിച്ച കാര്യം അതാണ്. നീ എങ്ങനെയാണെങ്കിലും, നീ ആരാണെങ്കിലും, നീ ഏതവസ്ഥയിലാണെങ്കിലും നിനക്ക് വേണ്ടി മരിക്കാൻ ഞാനുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെയാണ് മാർപ്പാപ്പ അടയാളപ്പെടുത്തിയത്. ആധുനിക കാലത്ത് മാർപ്പാപ്പയുടെ സ്വരം അപ്രകാരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി, ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കുന്നതായി മാറുന്നു. അത് അഭിമാനാർഹമായ കാര്യമാണ്, ഒപ്പം ഒരു വെല്ലുവിളിയും. മാർപ്പാപ്പ ഒരിക്കൽ പറയാണ്, ആടുകളുടെ ഗന്ധം അറിയുന്നവനാണ് ഇടയൻ. മാർപ്പാപ്പ ഓരോ വാക്കും പറയുന്നത് തന്റെ ജീവിതാനുഭവമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജീവിതത്തിൽ അപ്രകാരം തന്റെ ജനത്തിന്റെ ഗന്ധമറിയാവുന്ന, തന്റെ ജനത്തിന്റെ എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിലെ അംഗങ്ങളെന്നല്ല, മനുഷ്യന്റെ ഗന്ധമറിയാവുന്ന, വേദനിക്കുന്നവന്റെ ഗന്ധമറിയാവുന്ന, അധ്വാനിക്കുന്നവന്റെ ഗന്ധമറിയാവുന്ന ഒരുവനാണ് മാർപ്പാപ്പ. ആടുകളുടെ ഗന്ധമറിയുന്നവനാണ് താനെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പാരമ്പര്യങ്ങളെല്ലാം അതിരുകളും തർക്കാണ്ട് മാർപ്പാപ്പയ്ക്ക് നിസ്സാരമായി സാധിക്കുന്നത് ഹൃദയത്തിനകത്ത് ജ്വലിക്കുന്ന ക്രിസ്തു സ്നേഹം കൊണ്ടാണ്, മനുഷ്യത്വത്തോടുള്ള മതിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന്, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ക്രിസ്തുബോധത്തിന്റെ ശക്തി കൊണ്ടാണ്. മാർപ്പാപ്പ ഈ കഴിഞ്ഞ പെസഹായ്ക്കും പാദം കഴുകിയത് ജയിലിൽ പോയിട്ടാണ്. മാർപ്പാപ്പ ജയിലുകളിൽ പോകുന്നു, അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി കാര്യം കഴുകുന്നു. മാർപ്പാപ്പ അപ്രകാരമൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആചരണങ്ങളുടെ ഒക്കെ ഭാഗമായി, ലിറ്റർജിയുടെ ഒക്കെ ഭാഗമായി നമ്മൾ അകത്ത് വെച്ചിരുന്ന പല കാര്യങ്ങളെയും പുറത്തേക്കെടുത്തെറിയുകയാണ്. ഇത് മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ സ്വകാര്യ സമ്പത്തല്ലെന്നും നമുക്ക് കേവലം ആചരിക്കാനും ആത്മരീതിയിൽപ്പെടാനുമുള്ള സ്ഥലമല്ലെന്നും ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാൻ വേണ്ടിയാണ് മാർപ്പാപ്പ ലോകത്തേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ പാദക്ഷാളനം എങ്ങനെ ജയിലിൽ പോവുക? പാദക്ഷാളനം അൾത്താര എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമല്ല. ചരിത്രത്തിലുടനീളം അങ്ങനെയല്ലേ? അങ്ങനെ ചരിത്രത്തിലുടനീളം ഇങ്ങനെ ബലിവേദിയിൽ നടന്നിരുന്ന ഒരു കാര്യത്തെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലേക്കെന്ന് മാത്രമല്ല, അത് ഏറ്റവും തള്ളപ്പെട്ട മനുഷ്യന്റെ മുമ്പിലേക്ക് എത്തിപ്പെടുക. മുമ്പ് ഒരിക്കൽ അങ്ങനെ അദ്ദേഹം ജയിലിൽ പോയിട്ട് പാദങ്ങൾ കഴുകുമ്പോൾ അതിനകത്ത് സ്ത്രീകളും ഉണ്ട്. സാധാരണ പുരുഷന്മാരാണ്. ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ ഇത് വിപ്ലവാത്മകമായ മാറ്റമാണ്. കാരണം ചരിത്രത്തിലുടനീളം പുരുഷന്മാരുടെ പാദമാണ് കഴുകുന്നത്. അതാണ് പാരമ്പര്യം. നമ്മളൊക്കെ പാരമ്പര്യത്തെ തുടരുന്നവരാണ്. അങ്ങനെ പാരമ്പര്യത്തെ തുടരുന്നതിനിടയ്ക്കാണ് അത് ഈ അൾത്താരയിൽ നിന്ന് മാറി അത് ജയിലിലേക്ക് പോകുന്നു, അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുന്നു. അങ്ങനെ ക്രിസ്തീയതയുടെ എല്ലാ സവിശേഷതകളെയും പറിച്ചു നടുകയാണ്. ലോകമധ്യത്തിൽ വേദനിക്കുന്നവന്റെ കൂടെ അത് അനുഭവപ്പെടുത്തുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സ്ത്രീകളുണ്ട്, ആ കൂട്ടത്തിൽ 12 പേരുണ്ടാവുക. അങ്ങനെ മാർപ്പാപ്പ പാദം കഴുകി ചെല്ലുമ്പോഴാണ് ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞും. മാർപ്പാപ്പ കുഞ്ഞിന്റെ കാല് കഴുകി. ഒന്ന് ഓർക്കണേ, സ്നേഹം എങ്ങനെയാണ് ആചാരങ്ങളെ ലംഘിക്കുന്നത്, പ്രതീകങ്ങളെ ലംഘിക്കുന്നത്, നിലനിൽക്കുന്നവയെ അതിരുകടന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? മാർപ്പാപ്പ ആ കുഞ്ഞിന്റെ പാദം കഴുകി. 12 പേരുടെ പാദം കഴുകുക എന്നുള്ളത് മാറിയിട്ട് 13 പേരുടെ പാദം കഴുകി. പാരമ്പര്യങ്ങളെ ലംഘിക്കുക എന്നത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കാനല്ല, ആചരണങ്ങളിൽ അടിയുറച്ചു പോകാനല്ല, പാരമ്പര്യങ്ങളെ പിന്തുടരാനല്ല ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ അതിലംഘിക്കുന്ന സ്നേഹപ്രവൃത്തിയായി ജീവിതത്തെ മാറ്റാനാണ്. അത് ജീവിതം കൊണ്ട് ഈ ലോകത്ത് പ്രകാശിപ്പിച്ചയാളുടെ പേരാണ് ഫ്രാൻസിസ് പാപ്പ. അത് വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയ കാര്യമാണ്. യാഥാസ്ഥിക വിഭാഗം പലപ്പോഴും മാർപ്പാപ്പയ്ക്കെതിരെ നിന്നു. മാർപ്പാപ്പ അതൊന്നും പരിഗണിക്കുന്നേയില്ല. ഫ്രാൻസിസ് പാപ്പയുടെ മുൻപിൽ ഉള്ളത് ക്രിസ്തുവും മനുഷ്യരുമാണ്. ക്രിസ്തുവും മനുഷ്യരും തമ്മിലുള്ള വിടവ് നികത്താൻ ജീവിതത്തിൽ തന്നെ ഒരു പാലമാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് മാർപ്പാപ്പയുടേത്. അതുകൊണ്ട് അതിൽ എന്തൊക്കെ വേദനകൾ ഉണ്ടാകുന്നുവോ, എതിർപ്പുകൾ ഉണ്ടാകുന്നുവോ, അതൊന്നും കാര്യമായി മാർപ്പാപ്പ പരിഗണിക്കുന്നില്ല. മാർപ്പാപ്പ നയിച്ചിരുന്നത് ലളിതമായൊരു ജീവിതമാണെന്ന കാര്യം സുവിദിതമാണ്. എല്ലായിടത്തും എല്ലാവർക്കും അഭിപ്രായമുള്ള കാര്യമാണ്. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. മാർപ്പാപ്പ ചെറിയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. മാർപ്പാപ്പ എപ്പോഴും ലളിതമായ ജീവിതത്തെ, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ബ്രീഫ് കേസുമായിട്ടാണ് പോവുക. കൂടെ ആളെ കൊണ്ടു നടക്കുന്ന പതിവൊന്നും മാർപ്പാപ്പയ്ക്കില്ല. മാർപ്പാപ്പ ലളിതമായ ജീവിതം നയിക്കുന്നു എന്നത് ലോകത്ത് ആകെ അറിയപ്പെടുന്ന കാര്യമാണ്. ഇപ്പൊ മാർപ്പാപ്പ ഒരിക്കലും ഇങ്ങനെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില മെത്രാന്മാർക്കൊക്കെ താല്പര്യം തോന്നി. എല്ലാ മെത്രാന്മാർക്കും ഒക്കെ കാറുണ്ട്. അപ്പൊ കാറൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു മെത്രാൻ ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്തു. ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുക്കുന്നൊക്കെ ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ പോകുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്നു. അപ്പൊ യഥാർത്ഥം സംഭവിച്ചത് അവിടെ ഒരു ബെൻസ് കാർ കിടപ്പുണ്ട്. ആ ബെൻസ് കാറിന് ഡ്രൈവറും ഉണ്ട്, അയാളുടെ കൂലിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ഒരു 100 രൂപയും കൂടി മുടക്കി നടത്തിയത് ഒരു ഷോ ആയിപ്പോയി. മാർപ്പാപ്പ ചെയ്ത ഷോ അല്ല.
മാർപ്പാപ്പ ചെയ്ത് തന്റെ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളെയും പരിമിതപ്പെടുത്തി പരമാവധി ചെറുതായി ജീവിക്കാനായിട്ട് ക്രിസ്തുവിൽ ജീവിതം സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്തുക. അതൊരു കാര്യം കൊണ്ടല്ല. മാർപ്പാപ്പ സിംഹാസനം ഉപയോഗിക്കുന്നില്ല, സാധാരണ കസേര ഉപയോഗിക്കുന്നുള്ളൂ, ഗാർഡിന് സ്റ്റൂള് കൊണ്ടിട്ട് കൊടുക്കുന്നു, കാപ്പി വെച്ചു കൊടുക്കുന്നു. മാർപ്പാപ്പ ഇതൊന്നും അഭിനയത്തിലൂടെ ചെയ്യുന്ന കാര്യമല്ല, ചെയ്ത് കാണിക്കാൻ ചെയ്യുന്ന കാര്യമല്ല. സ്വാഭാവിക പ്രകൃതിയിൽ ആ മനുഷ്യൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചെറുതായി കാണാനും അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും പരിചരിക്കാനും ഒക്കെയുള്ള മനോഭാവത്തിലേക്ക് ആ മനുഷ്യൻ വളരുന്നതിന്റെ പ്രത്യേകത. അതൊരു മാർപ്പാപ്പ ആയതുകൊണ്ട് ഒരു പ്രൊപ്പഗണ്ടയായിട്ട് അഭിനയിച്ച് കാണിക്കുന്ന കാര്യമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ. മാർപ്പാപ്പ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ എന്ന് പറയുമ്പോൾ കുറെ അച്ഛന്മാരൊക്കെ ആളുകളുടെ കൂടെ വട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആ കാലത്ത് ഇട്ടിരുന്നു. അത് 1-2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. ഞാനീ പറഞ്ഞ ഓട്ടോറിക്ഷ യാത്ര പിന്നെ ഉണ്ടായില്ല. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. മാർപ്പാപ്പയ്ക്ക് അങ്ങനെയല്ല, അതൊരു ജീവിത ഭാഗമാണ്. തൻ്റെ ജീവിതം തൻ്റേത് മാത്രമല്ലെന്നും അത് അവരനു കൂടി ഉള്ളതാണെന്നും തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് താൻ ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ തന്നെ തന്നെ മറന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ അതൊക്കെ. അങ്ങനെ ജീവിച്ച ഒരാളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. മാർപ്പാപ്പ പലപ്പോഴും വിളിക്കപ്പെടുന്ന നിലപാടുകളുടെ മാർപ്പാപ്പ എന്നാണ്. നിലപാടുകളുടെ മാർപ്പാപ്പ എന്ന് വെച്ചാൽ ലോകത്തെ ആകെ ചോദ്യം ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും എടുക്കുന്നത്. കമ്പോള വ്യവസ്ഥയെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ വളരെ നിശിതമായ വിമർശനമാണ് ഉയർത്തുന്നത്. നിങ്ങൾ ഈ കൊല്ലരുത് എന്ന് നിങ്ങൾ ഈ വ്യവസ്ഥകളോട് പറയണമെന്ന് പറയുന്നത് വ്യവസ്ഥകൾക്കകത്തുള്ള അനീതിയെക്കുറിച്ചാണ്. ദരിദ്രനായിരിക്കുന്നത് ദരിദ്രന്റെ കുഴപ്പം കൊണ്ടല്ലെന്നും സമ്പന്നൻ അവനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണെന്നും വിളിച്ചു പറയാൻ മാർപ്പാപ്പയ്ക്ക് അതിന് മടിയില്ല. കമ്പോള വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, സ്വർഗകവാടത്തിന് മുമ്പിൽ അലമുറകൾ ഉയർത്താൻ പോകുന്ന സാമൂഹിക പാപമാണത്. കമ്പോള വ്യവസ്ഥയെക്കുറിച്ചാണ്. ലോകത്തൊരു മാർപ്പാപ്പയും പറയാത്ത കാര്യമാണ്. എവിടെയെങ്കിലും അടഞ്ഞു പോകേണ്ടതല്ല വിശ്വാസമെന്നും തന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നല്ല മാർപ്പാപ്പ ചിന്തിക്കുന്നത്, താൻ ആരുടെയൊക്കെ കൂടെയാണെന്നാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന സാധാരണഗതിയിൽ നമ്മുടെ കൂടെ ആരുണ്ടാവുന്ന, നമ്മുടെ കൂടെ ആരുണ്ടാവുന്ന മാർപ്പാപ്പ അന്വേഷിക്കുന്നേ ഇല്ല. തന്റെ കൂടെ ആരുണ്ടാവുന്ന മാർപ്പാപ്പ അന്വേഷിക്കാത്തത് ക്രിസ്തു കൂടെ എന്ന ബോധ്യം ഉറപ്പുള്ളത് കൊണ്ടാണ്. ക്രിസ്തു കൂടെയുള്ളവന് ഒന്നും കൂടെ വേണ്ട. യേശു അങ്ങനെയായിരുന്നല്ലോ, എന്നോടുകൂടെ പിതാവുണ്ട്, ആരെന്നെ കൈവിട്ടാലും കൈവിടാത്ത ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യമായിരുന്നു ക്രിസ്തുവിനെ നയിച്ചിരുന്നത്. ആ ക്രിസ്തുവിലായ മാർപ്പാപ്പ ധരിക്കുന്നത് എൻ്റെ കൂടെ ക്രിസ്തു ഉണ്ടെന്നാണ്. എന്നിട്ട് തിരിച്ചു പറയുന്നത് ഞാൻ ആരുടെയൊക്കെ കൂടെയുണ്ട്. മാർപ്പാപ്പ നിരന്തരം അന്വേഷിക്കുന്നത് താൻ ആരുടെ കൂടെയാണെന്നാണ്. അതുകൊണ്ട് ഗസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, പാലസ്തീൻ ജനതയെക്കുറിച്ച് മാർപ്പാപ്പ അഭിപ്രായം പറയുന്നു. ലോകം മുഴുവനും ഇസ്രായേലിന് അനുകൂലമായി തിരിയുന്ന സാഹചര്യം ഉണ്ടായി. വിശ്വാസികളൊക്കെ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് പാലസ്തീനുകൾക്ക് വേണ്ടി മാർപ്പാപ്പ സംസാരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. മാർപ്പാപ്പ അവസാനത്തെ പ്രസംഗത്തിൽ വരെ, ഒരുപക്ഷെ മരണമൊഴിയെന്ന് പറയാവുന്ന അവസാനത്തെ സന്ദേശത്തിൽ വരെ ഉത്കണ്ഠപ്പെടുന്നത് ഈ യുദ്ധത്തെക്കുറിച്ചാണ്. എന്താണ് നമ്മുടെ മനോഭാവം? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മാർപ്പാപ്പ ക്രിസ്തുവിന്റെ കണ്ണോടുകൂടെയാണ് കാണുന്നത്. ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെ, ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ മാർപ്പാപ്പ വിമർശിക്കുക. അതിൽ താൻ വിമർശിക്കപ്പെടുമെന്നോ മറ്റുള്ളവർ തന്നെ കുറ്റം പറയുന്നുള്ള കാര്യം ഒരു കാര്യമായി മാർപ്പാപ്പ പരിഗണിക്കാത്തത് തന്റെ കൂടെ ആരെയും നിർത്താനല്ല, എല്ലാവരുടെയും കൂടെ നിൽക്കാനാണ് മാർപ്പാപ്പ തീരുമാനിച്ചത്. സ്വർഗാനുരാഗികളെ കുറിച്ചൊക്കെ മാർപ്പാപ്പ പറഞ്ഞ കാര്യം സുവധിതമാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ സഭയുടെ കാഴ്ചപ്പാടുകളും പാരമ്പര്യവും അനുസരിച്ചുള്ള നിലപാടുകളെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളുണ്ടാവും. പെട്ടെന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നയാൾക്കുണ്ടാകുന്നൊരു തടസ്സം എന്താ? നമ്മൾ നിൽക്കുന്നിടത്ത് കുഴപ്പമാകുമെന്നൊരു വിചാരം ഉണ്ടാവും. മാർപ്പാപ്പയ്ക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം പറയുന്നത്, അവരെ വിധിക്കാൻ ഞാനാണ്. പിന്നെ ലൈംഗികതയോട് മാർപ്പാപ്പ പുലർത്തുന്ന സവിശേഷമായ സ്നേഹം അതുകൊണ്ടാണ്. അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്, അവരും ദൈവത്തിന്റെ മക്കളാണ്. അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? വിവാഹമോചനത്തിന്റെയും പുനർവിവാഹത്തിന്റെയൊക്കെ കാര്യത്തിൽ അവ ഏറ്റവും ലളിതമാക്കണം, വേഗമാക്കി തീർക്കണം, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത് വിശ്വാസം എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുക. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച്, ആഗോളതാപനത്തെക്കുറിച്ച് മാർപ്പാപ്പ ഇടപെടാത്ത വിഷയം ഏതാവും? ഈ ലോകത്ത് എന്ത് വിഷയമുണ്ടോ അവിടെയൊക്കെ ഇടപെടുന്ന ഒരാളായിട്ടാണ്, അടങ്ങിയിരിക്കുന്ന ഒരാളായിട്ടല്ല. സാധാരണഗതിയിൽ ആത്മീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുക, വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുക. ഇതാണല്ലോ സാധാരണ ഒരു പരമാചാര്യ പദത്തിൽ ഇരിക്കുന്ന ആളുടെ കടമ. അങ്ങനെയാണല്ലോ ധരിച്ചു വെച്ചിട്ടുള്ളത്.
പക്ഷെ മാർപ്പാപ്പ തിരിച്ചറിയുന്നത് ക്രൈസ്തവ കടമയുടെ പ്രാഥമികമായ കർമ്മം ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് കണ്ണീര് കുടിക്കുന്നവന്റെ ഒപ്പം നിൽക്കുക, ദരിദ്രനോട് പക്ഷം ചേരുക എന്ന് പറയുന്നത് സഭയുടെ ആത്യന്തികമായ ലക്ഷ്യത്തെ ആനുകാലിക ലോകത്ത് തന്റെ ജീവിതം വഴി സമർത്ഥമായി പ്രയോഗിച്ച ഒരാളുടെ പേരാണ് ഫ്രാൻസിസ് പാപ്പ. കുടിയേറ്റക്കാരെ എല്ലാം തിരിച്ചയക്കാൻ വേണ്ടി ട്രംപ് തീരുമാനമെടുക്കുകയോ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ട്രംപ് ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, പക്ഷെ ലോകത്തുള്ള കത്തോലിക്കരിൽ ഒരു പക്ഷം എപ്പോഴും ട്രംപിനോട് കൂടെ നിന്നിട്ടുണ്ട്. ട്രംപ് ചെയ്യുന്നത് മഹത്തായ കാര്യമാണെന്ന നിലയ്ക്ക്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് JD വാറ്റ്സ് ഇതിന് ദൈവദർശനവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം അത് ദൈവശാസ്ത്രപരമായ ഒരു പദപ്രയോഗം കൊണ്ട് കൂട്ടിച്ചേർത്തു. അതായത് ഏറ്റവും അടുത്തുള്ളവരെ സഹായിക്കുക എന്നതാണ് കടമ. സെന്റ് അഗസ്റ്റിനിൽ നിന്ന് കടമെടുത്തിട്ടാണ് JD വാറ്റ്സ് അത് പറയുന്നത്. അതായത് ട്രംപ് പുലർത്തുന്ന ഈ മനോഭാവം, അമേരിക്കക്കാരല്ലാത്തവരെ പുറത്തു കടത്തിക്കളയുക, അമേരിക്കക്കാർക്ക് വേണ്ടിയാണ്, ഫസ്റ്റ് പ്രിഫറൻസ് അമേരിക്കക്കാർക്കാണെന്ന് പറയുന്ന, തന്റെ നാട്ടുകാർക്കാണെന്ന് പറയുന്ന ഒരു മനോഭാവത്തിന് പിന്തുണയേകാൻ വേണ്ടി JD വാറ്റ്സ് സെന്റ് അഗസ്റ്റിന്റെ കോട്ടിംഗ് എടുത്തുകൊണ്ട്, ഓർഡർ അമോറിസ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം എടുത്തുകൊണ്ട് ഓർഡർ ഓഫ് ചാരിറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും മതം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. മതം ഇങ്ങനെയാണ്, മതം എപ്പോഴും അങ്ങനെയാണ്. അതിന് ദൈവശാസ്ത്രപരമായ ഒരു വീക്ഷണമൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് ഈ പറയുന്ന ഭരണാധികാരികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നിലകൊള്ളും. ആ സമയത്ത് മാർപ്പാപ്പ JD വാറ്റ്സിന് കത്തൊന്നും എഴുതുന്നില്ല, പക്ഷേ അമേരിക്കയിലെ ബിഷപ്പുമാർക്ക് കത്തെഴുതും, പരസ്യമായിട്ട് കത്ത്. സാധാരണ രീതിയിൽ രഹസ്യമായിട്ട് കത്തെഴുതുന്ന മാർപ്പാപ്പ പരസ്യമായിട്ട് കത്തെഴുതും. ആ പരസ്യമായ കത്തിൽ വിശുദ്ധ മത്തായി 25-35 ഏറ്റവും കൂടുതലായിട്ട് പ്രയോഗിച്ചത്. അത് പറയുന്ന ഇതാണ്: പരദേശികളെ സ്വീകരിക്കണം, സുവിശേഷ മൂല്യങ്ങൾ കൊത്തായിട്ട് മാറണം. അവിടെ പറയുന്നത്, ഞാൻ വിശന്നു വന്നപ്പോൾ നീ ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ വസ്ത്രമില്ലാത്തവനെ നീ ഉടുപ്പിച്ചു, അങ്ങനെ ഞാൻ പരദേശിയായിരുന്നു നീ എന്നെ സ്വീകരിച്ചു എന്നൊരു കാര്യം എടുത്തുയർത്തിക്കൊണ്ടാണ് മാർപ്പാപ്പ ആ കത്തെഴുതുന്നത്. ദീർഘമായ കത്താണ്. ആ കത്തിലൂടെ പാപ്പ പരദേശികളായി കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ട് വരുന്നു. ഒപ്പം തന്നെ JD വാറ്റ്സിന്റെ ഈ കാര്യത്തെ വിമർശിക്കുന്നു. പിന്നീട് വാറ്റ്സ് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു ശിശുവായ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു, കത്തോലിക്ക സഭയിലേക്ക് വന്നയാളാണ്. അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ മുഖം പലപ്പോഴും ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ അറബ് രാജ്യങ്ങളിൽ 14 അറബ് രാജ്യങ്ങളിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും എവിടെയെല്ലാം അനീതികളും പ്രശ്നങ്ങളുണ്ട് അവിടെയെല്ലാം കൂട്ടുചേർന്ന് നിൽക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹോദരൻ ചാക്രികലേഖനം എഴുതുമ്പോഴത്തേക്കും വ്യക്തമായി ആ ലേഖനം എഴുതപ്പെടാണ്ട സാഹചര്യങ്ങളെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഫ്രാൻസിസിന്റെ മുഖം. കുരിശുദ്ധത്തിന്റെ കാലത്ത് എല്ലാവരും കുരിശുദ്ധത്തിനായി പോകുമ്പോൾ ഫ്രാൻസിസ് അസീസിയും പോകുന്നുണ്ട്. അസീസി അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചാണ് ഒരു സ്വപ്നത്തിലൂടെ യേശു ചോദിക്കുന്നത്, നീ യജമാനന്റെ ദാസനാണോ ഭൃത്യന്റെ ദാസനാണോ? അപ്പോ ഫ്രാൻസിസ് പറഞ്ഞ യജമാനന്റേതാണ്. അങ്ങനെയാണ് തിരിച്ചു പോരുന്നത്. മാടമ്പിയാകാൻ, ഈ കുരിശുദ്ധത്തിൽ പങ്കെടുത്ത് മാടമ്പിയാകാൻ പോയ ഫ്രാൻസിസ് തിരികെ പോന്നിട്ടാണ് സന്യാസിയായിട്ട് മാറുന്നത്. അപ്രകാരം ആകുന്ന ഫ്രാൻസിസ് കുരിശുദ്ധം നടക്കുന്ന സമയത്ത് സുൽത്താനെ കണ്ട് രമ്യതയിലെത്തുന്നുണ്ട്. സുൽത്താനുമായി സംസാരിക്കുകയും രമ്യത സുഹൃത്താക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. സുൽത്താന് സുവിശേഷം പറയുന്നുണ്ട്. ആ ഫ്രാൻസിസിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. IS തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയ നഗരത്തിലേക്ക് കടന്നു മാർപ്പാപ്പയ്ക്ക് മടിയില്ല. അവിടെ പോകരുത് എന്ന് വിലക്കുകളുണ്ടായിട്ട് മാർപ്പാപ്പ അവിടെ പോവുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ ഇമാമുമായി സംസാരിക്കുന്നു. അങ്ങനെ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. മുസ്ലിം സഹോദരങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. തീവ്രവാദത്തെ നിശിതമായി വിമർശിക്കുമ്പോഴും അതേസമയം സാമുദായികമായ ഐക്യം ലോകത്തിന്റെ സമാധാനത്തിന് അനിവാര്യമായ കാര്യമാണെന്ന് മാർപ്പാപ്പ വെളിപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന കാര്യമാണത്. ഇപ്പൊ കേരളത്തിലെ സഭയാണെങ്കിൽ കേരളത്തിൽ പലപ്പോഴും ലവ് ജിഹാദ് അടക്കമുള്ള പല വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് വിഭാഗീയതകൾ സൃഷ്ടിക്കുന്ന സമയത്ത് നാം സഹോദരർ എന്ന ചാക്രിക ലേഖനം ഇറക്കിയേക്കാം. നാം ചാക്രിക ലേഖനത്തെ കാണുന്നില്ല, മാർപ്പാപ്പ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ കാണുന്നില്ല. ആശ്ലേഷിച്ചുകൊണ്ട് സ്നേഹപൂർവം പരസ്പരം സമാധാനത്തിന്റെയും നീതിയുടെയും ലോകം പുലരാൻ വേണ്ടി ജീവിതമർപ്പിക്കുക എന്ന പരമമായ കർമ്മം ക്രിസ്തുവിൽ സാധ്യമാക്കേണ്ടവരാണ് നാം എന്ന യാഥാർത്ഥ്യമാണ് മാർപ്പാപ്പയിലൂടെ വെളിപ്പെട്ടത്.
മാർപ്പാപ്പ ലോകത്ത് പരിവർത്തനമുണ്ടാക്കുന്ന ലഹരിയായി പടർന്നിട്ടുണ്ട്. അവഗണിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും യുദ്ധത്തിലെ കെടുതിയിൽപ്പെടുന്നവർക്കും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും മാർപ്പാപ്പ നിന്നിട്ടുണ്ട്. റോമ കുര്യയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന പ്രവൃത്തി മാർപ്പാപ്പ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ കരുണയോടെയും സ്നേഹത്തോടെയും കാണുക മാത്രമല്ല, ഒരു പടി കൂടി മുൻപിട്ട് നിൽക്കേണ്ടവരാണ് സ്ത്രീകളെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അങ്ങനെ മാർപ്പാപ്പ ഫെമിനിസ്റ്റായി മാറുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റായി മാറുന്നുണ്ട്. സ്നേഹവാനായ മാർപ്പാപ്പ എവിടെയും എല്ലാവർക്കും എല്ലാമായി മാറാൻ സ്വയം സമർപ്പിക്കുന്നതിന്റെ ചരിത്രമാണ് ഒരു ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടപ്പെട്ടത്. പക്ഷേ മാർപ്പാപ്പ ഇന്ന് നാം വാഴ്ത്തിപ്പാടുമ്പോൾ ഓർക്കണം, എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ? സ്ത്രീ വിമോചനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താ? വിവാഹമോചനത്തെക്കുറിച്ച്, ഗർഭഛിദ്രത്തെക്കുറിച്ച്, സ്വവർഗാനുരാഗികളെ സംബന്ധിച്ച്, ഭിന്ന ലൈംഗികതയെക്കുറിച്ച്, സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ മാർപ്പാപ്പ നമ്മുടെ മുമ്പ് വെച്ചിട്ടുണ്ട്. സഭയിൽ എന്തായിരിക്കണം ജീവിതമെന്ന് മാർപ്പാപ്പ വെളിപ്പെടുത്തുന്നുണ്ട്. മാർപ്പാപ്പ സഭയ്ക്കകത്തുള്ള ഒരു അനീതിയെയും അംഗീകരിച്ചില്ല. സാമ്പത്തികമായി കുറ്റമാരോപിക്കപ്പെട്ട കർദിനാളെ നിയമത്തിനേൽപ്പിച്ചു കൊടുക്കുന്നു. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച വൈദികരെ, ലൈംഗികമായി പീഡിപ്പിച്ച വൈദികരെ നിർദാക്ഷിണ്യം നിയമത്തിന് മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. മാർപ്പാപ്പ സഭയ്ക്കകത്തും നവീകരണത്തിന്റെ ശക്തിയാണ്. ലോകത്തിന് മുഴുവനും പുളിമാവായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്ന മാർപ്പാപ്പയെ എപ്രകാരമാണ് നമ്മൾ സ്വീകരിച്ചത്? മാർപ്പാപ്പ പറഞ്ഞത് നമ്മൾ കേട്ടോ? മാർപ്പാപ്പയെ കുറിച്ച് ആദരവ് പ്രകടിപ്പിക്കുമ്പോഴും മാർപ്പാപ്പയെ വാഴ്ത്തിപ്പാടുമ്പോഴും നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മാർപ്പാപ്പ പാലസ്തീൻ ജനതയുടെ കൂടെയാണ്, നാം ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരാണ്, നാം ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ കുടിയേറ്റക്കാരുടെ കൂടെയാണ്, നാം ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ ഓരോ അഭയാർത്ഥിയുടെയും കൂടെയാണ്, നാം ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ ഓരോ സ്ത്രീയുടെയും കൂടെയാണ്, നമ്മൾ ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ സ്വവർഗാനുരാഗികളുടെ കൂടെയാണ്, നമ്മൾ ആരുടെ കൂടെയാണ്? മാർപ്പാപ്പ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെയാണ്, നാം ആരുടെ കൂടെയാണ്? ലോകത്തെ മുഴുവൻ ദരിദ്രരെയും ചേർത്ത് പിടിക്കുന്ന മാർപ്പാപ്പ, നമ്മുടെ മനോഭാവം എന്താണ്? നാം ഓർക്കണം, നമ്മുടേത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ആ ക്രിസ്തുവിലുള്ള ജീവിതം പരിവർത്തിതമാകാൻ വേണ്ടി സ്വന്തം ജീവിതം നമ്മുടെ മുൻപിൽ കാഴ്ചവെച്ച പരമാചാര്യനായ മാർപ്പാപ്പ ദൃശ്യതയിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ആ അസാന്നിധ്യം ഒരു ചോദ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ് നിങ്ങളെന്ന ചോദ്യം മാർപ്പാപ്പ തന്റെ ജീവിതം കൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. എനിക്ക് നിങ്ങൾക്കും അതേ ബാധ്യതയാണുള്ളത്. മാർപ്പാപ്പയുടെ വേർപാടിൽ ലോകത്തുള്ള എല്ലാ ദരിദ്രരോടുമൊപ്പം ഹൃദയം നോവുന്നവരാണ് നമ്മൾ. ലോകത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരോടുകൂടെ പങ്കുചേർന്ന് നാമും ആ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതേസമയം തന്നെ മാർപ്പാപ്പയുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കേണ്ടത് മാർപ്പാപ്പ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കകത്ത് നാം ഏതു നിലപാടെടുക്കും എന്നതനുസരിച്ചാണ്. കേവലമായ വാക്കുകൊണ്ട് മാർപ്പാപ്പയെ പുകഴ്ത്തി പറയുന്നതിനേക്കാൾ മാർപ്പാപ്പ മുന്നോട്ട് വെച്ച നിലപാടുകളെ ജീവിത നിലപാടുകളായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരായി മാറാൻ നമുക്ക്. അതായിരിക്കും മാർപ്പാപ്പയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്നാണ് എൻ്റെ കരുതൽ. പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാത്തരം ആദരവും ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.